വിചാരിക്കുന്നുണ്ട് ഈ പത്രോസും പൗലോസും ഈ യാക്കോബും യോഹന്നാനും ഒക്കെ പൊട്ടന്മാരായിരുന്നു വിചാരിക്കുന്നുണ്ടോ? വിവരമില്ലാത്തവന്മാരായിരുന്നു വിചാരിക്കണ്ടോ? എന്നിട്ട് ഇവന്മാരിങ്ങനെ പ്രഘോഷിച്ചിട്ട് ഇവന്മാരെ യൂട്യൂബ് വരുമാനം കൂടിയോ? സുക്കർബർഗ് എന്തെങ്കിലും കൊണ്ടു കൊടുത്തോ? ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ഇട്ടതുകൊണ്ട് പത്രോസിനും പൗലോസിനും വല്ലതും കിട്ടിയോ? അപ്പസ്തോലന്മാർക്ക് എന്തെങ്കിലും കിട്ടിയോ? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അപ്പസ്തോലന്മാർക്ക് എന്തോ കിട്ടിയേ? ഈ കല്ലേറും ഈ പീഡയും ഈ മരണവും ഈ കഷ്ടതയും ദുരിതം തന്നെയല്ലേ കിട്ടുള്ളൂ. ഇത് പ്രസംഗിച്ചിട്ട് അപ്പസ്തോലന്മാർക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. വേറൊരു സാധനം കിട്ടിയതായിട്ട് നമ്മൾ പ്രകടമായി കാണാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് കിട്ടിയൊരു കാര്യമുണ്ട്. അവർ ജീവിച്ചതും അവർ മുന്നോട്ട് പോയതും നിത്യജീവന്റെ ആസ്വാദനത്തിലാണ്. കാരണം തങ്ങോട് കൂടെ ഉണ്ടായിരുന്നവൻ, തങ്ങളുടെ കൂടെ നടന്നവൻ 3.5 വർഷക്കാലം തങ്ങൾ തൊട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കണ്ടതും സൂക്ഷ്മമായി പരിശോധിച്ചറിഞ്ഞതും ജീവന്റെ വചനമാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ആ ജീവന്റെ അപ്പമാണ്. അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവന്റെ അവകാശിയാക്കുമെന്ന് യേശു പറഞ്ഞ പ്രബോധനത്തെ വിശ്വസിച്ച് മനസ്സിലാക്കി സ്വീകരിച്ച് അവൻ മുന്നോട്ട് പോയി. അവനൊരു പ്രശ്നം ഉണ്ടായില്ല. അവൻ ശക്തമായി മുന്നോട്ട് പോയി. മരണപ്പെട്ടു, കഴുത്തറക്കപ്പെട്ടു, കീറി മുറിക്കപ്പെട്ടു, പീഡയേൽക്കപ്പെട്ടു, പച്ചയ്ക്ക് എണ്ണയിൽ പൊരിക്കപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു. പക്ഷെ ഇവിടെ ഒന്നും അവർ പിന്നോട്ട് പോയില്ല. അവരൊരു ബെൻസ് കാറും വാങ്ങിയില്ല. അവരൊരു ലോകത്തിൻ്റെ ഒരു നേട്ടവും അവർ നേടിയില്ല. ഒന്നും അവർ നോക്കിയില്ല. കാരണം പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെക്കുറിച്ച് നോക്കി അവർ ഓടാൻ തീരുമാനിച്ചു. കാരണം അവർ കണ്ട് മനസ്സിലാക്കിയ ഒരു ക്രിസ്തുവുണ്ട്. അവനാണ് മിശിഹ എന്ന സത്യം അവർക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും അത് ബ്ലൈൻഡായിട്ടുള്ള വിശ്വാസമാണോ? തെറ്റിദ്ധാരണയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൗലോസ് പഴയ നിയമത്തിൽ ഈ തെളിവില്ലാതെ തിരിച്ചു വരുമെന്ന്? പഴയ നിയമത്തിലെ മിശിഹാനിക് പ്രൊഫസികൾ പരിശോധിക്കാതെ യേശു ദൈവമാണെന്ന് തിരിച്ചു കയറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരൊറ്റ അത്ഭുതം ഉണ്ടായി പൗലോസിന്. ശരിയാ, യഹോവയെ യാഹുവേ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവേ എന്ന് പൗലോസ് വിളിച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ആ അനുഭവം ഉണ്ടായി പൗലോസിന്. അത് കാര്യം ശരിയാ. അവൻ തിരിച്ചു വന്നു, അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ട് അവൻ അടങ്ങുമോ? ഈ പഴയ നിയമത്തിൽ കിടക്കുന്ന പ്രവചനങ്ങൾ അവൻ പരിശോധിച്ച് നോക്കത്തില്ലേ? മിശിഹാനി പ്രൊഫസികൾ പരിശോധിച്ച് നോക്കില്ലേ? ഇത് കൃത്യമായി പരിശോധിക്കാതെ പൗലോസ് തിരിച്ച് ക്രിസ്തുവിലേക്ക് പോകുമെന്ന് നമുക്ക് ഒരു രീതിയിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യഹൂദൻ്റെ ബോധ്യം പറയേണ്ടത് ആരാ? യഹൂദന് മിശിഹായെ കുറിച്ചുള്ള ചിന്താഗതി എന്താണെന്ന് യഹൂദൻ്റെ ബോധ്യം പറയേണ്ടത് ആരാ പറയണ്ടേ? യഹൂദന് മിശിഹായെക്കുറിച്ചുള്ള വിശ്വാസം എന്താണ്, ചിന്ത എന്താണെന്ന് ആരാ പറയേണ്ടത്? യഹൂദൻ പറയണം, അല്ലേ? അല്ലെങ്കിൽ നിയമജ്ഞൻ പറയണം, അല്ലെങ്കിൽ ഫരിസേയൻ പറയണം, അല്ലെങ്കിൽ പുരോഹിതൻ പറയണം. ഈ അധികാര വർഗമല്ലാതെ യഹൂദൻ്റെ ചിന്താഗതി ആരാണ് മിശിഹ, ആരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഇന്ന് ഈ 6-ാം നൂറ്റാണ്ടിൽ വന്ന നമ്മുടെ MM അക്ബറിൻ്റെ മതമാണോ പറയണ്ടേ മിശിഹ യേശു ദൈവമല്ല എന്ന് പറയണ്ടേ? ഉത്തരവാദിത്തമില്ല. പഴയ നിയമ പ്രവചനത്തിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും, എപ്പോഴും നമ്മൾ ഈ ഇസ്ലാമിക് സുഹൃത്തുക്കൾ വന്ന് വാദിക്കാൻ വരുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. ഈ പറയുന്ന നിങ്ങളുടെ പ്രവാചകനെക്കുറിച്ച് പഴയ നിയമഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഒരെണ്ണം, ഒറ്റ വാക്ക്, ഒരു സിംഗിൾ വേർഡ്, ഇങ്ങനെ ഒരു പ്രവാചകൻ വരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സിംഗിൾ വേർഡ്. അവന്മാർ ആദ്യം കൊണ്ട് നോക്കുന്നത് നിയമാവർത്തനം 18:18. അത് പൊട്ടുമൊപ്പം തന്നെ. കാരണം ആ പ്രവാചകൻ മോശയുടെ പിൻഗാമിയായി ക്രിസ്തുവാണെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുക. ഇനി ആ പ്രവാചകൻ്റെ ഒരു ക്വാളിറ്റി ഇപ്പുറത്ത് കണ്ടിട്ടില്ല. മോശ സ്വർഗത്തിൽ നിന്നും മന്ന കൊടുത്തു. ഇങ്ങൊരു മന്ന പോയിട്ടൊരു മൂക്കൊലിപ്പിൻ്റെ മരുന്ന് പോലും കൊടുക്കാൻ പറ്റാത്ത ചങ്ങായിയാണിത്. ആരാണ് യേശുവാണ് മിശിഹ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന മിശിഹ ആരാന്ന് പറയേണ്ടത്? യഹൂദനാണ്. അതല്ലാതെ ഇന്ന് ഈ കേരളത്തിൽ കിടക്കുന്നവരല്ല. ആരാണ് മിശിഹ എന്ന് പറയേണ്ടവൻ യഹൂദനാണ് മിശിഹ എന്ന് പറയേണ്ടവൻ. 2 കാര്യങ്ങളാണ് പ്രധാനമായി അതിന് മാനദണ്ഡം എടുക്കുക. ഒന്ന്, യേശുവിനെ യഹൂദൻ എന്തുകൊണ്ട് കുരിശിൽ തറച്ചു എന്നുള്ളത് ഇന്നത്തെ എല്ലാ വിമർശകരും, അതായത് ചരിത്രകാരന്മാരും, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ട് മുതൽ വിമർശനവാദികളും നിരീശ്വരവാദികളും എല്ലാവരും മാക്സിമം ശ്രമിച്ചു യേശുവിൻ്റെ ക്രൂസിഫിക്കേഷൻ നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ. പക്ഷെ തല കുത്തിന്നിട്ടും ഇന്നും അത് പറ്റിയിട്ടില്ല. കാരണം ചരിത്രം വ്യക്തമായിട്ട് പറയുന്നു, ജീസസ് ക്രൂസിഫൈഡ്, യേശു ക്രൂശിൽ മരിച്ചു. 6-ാം നൂറ്റാണ്ടിൽ അദ്ദേഹവും എഴുതി യേശു വഫാത്തായിട്ടില്ല. പക്ഷേ ഇപ്പുറത്ത് പുള്ളി തന്നെ എഴുതി, പുള്ളിക്ക് ഓർമ്മയില്ലാതുകൊണ്ട് ഇപ്പുറത്ത് യേശു വഫാത്തായി എന്നുള്ളതും പുള്ളി തന്നെ എഴുതി വെച്ചു. ഒരേ പുസ്തകത്തിൽ അപ്പുറം കോൺട്രഡിക്ഷനായിട്ട് കിടക്കുക. അപ്പോൾ ഇതൊന്നും ഒരു രീതിയിൽ നിലനിൽക്കില്ല. ചരിത്രത്തിൽ കൃത്യമായി യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് എഴുതി വച്ചിരിക്കുക. അപ്പോൾ ഇത് എഴുതി വച്ചിരിക്കെ ഈ പറഞ്ഞ കാര്യം എന്തിനു ചെയ്തു? യഹൂദൻ എന്തിന് യേശുവിനെ ക്രൂശിച്ചു? ഇതൊന്നാമത്തെ ചോദ്യം. യേശുവിനെ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യേശുവിനെ എന്തുകൊണ്ട് ക്രൂശിച്ചു എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം?
ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇത് പരിശോധിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 57, 58, 59 വാക്യങ്ങൾ. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തു. അപ്പൊ യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചതിന്റെ കാരണം എന്താ? കൊല്ലാൻ ശ്രമിച്ചതിന്റെ കാരണം എന്താ? താൻ അബ്രാഹത്തിന് മുൻപ് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യം. കാരണം 50 വയസ്സ് പോലും ആവാത്തവൻ, പ്രായമാവാത്തവൻ, ഇവൻ അനാദിയിലെ അല്ലെങ്കിൽ അബ്രാഹത്തിന് മുൻപ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അത് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവൻ തന്നെ ദൈവത്തിന് തുല്യനാക്കി എന്നൊരു ചിന്തയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. താൻ മിശിഹ ആണ് എന്ന് യേശു അവകാശപ്പെട്ടു. ഇതാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്, അംഗീകരിക്കപ്പെടാൻ പറ്റാത്തത്. അടുത്ത വാക്യം വായിച്ചോ, 16, 17 വാക്യങ്ങൾ. 5-ാം അധ്യായം യോഹന്നാൻ 5-ന്റെ 16, 17, 18 വാക്യം. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. അപ്പൊ യേശു താൻ ദൈവമാണെന്ന് പറഞ്ഞോ ഇല്ലയോ? യേശു താൻ ദൈവമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചോ ഇല്ലയോ? പല യൂട്യൂബുകളിൽ കിടക്കുന്നുണ്ട്, യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. എടാ, യഹൂദനാണ് പറയേണ്ടത് അവൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്, അല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ വന്നവനല്ല പറയേണ്ടത്. യഹൂദൻ അവിടെ എന്താ പറയുന്നത്? യേശു താൻ ദൈവതുല്യനാക്കിയത് കൊണ്ട് യേശുവിനെ വധിക്കാൻ യഹൂദർ കൂടുതലായി ശ്രമിച്ചു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. വ്യക്തമായിട്ട് ഒന്നുകൂടി വായിച്ചോ. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. എന്റെ പിതാവ് യാഹുവേ, അതെന്റെ പിതാവാണെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ ദൈവതുല്യനാക്കിയത് കൊണ്ട് യഹൂദർ അവനെ കൊല്ലാൻ കൂടുതലായി ശ്രമിച്ചു. അപ്പോൾ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ കാരണം എന്താണ്? യേശു താൻ ദൈവമാണെന്ന് പറഞ്ഞു, താൻ ദൈവതുല്യനാണെന്നുള്ള കാര്യം ജനത്തിന്, പ്രമാണികളുടെ മുൻപിൽ യേശു വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അംഗീകരിക്കാൻ പറ്റിയില്ല. അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തതിനും ഒരു കാരണമുണ്ട്. അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യം വായിക്കാം. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശു അല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? അതായത് അവർക്കൊരു കാര്യം മനസ്സിലായില്ല. അവർ നോക്കിയപ്പോൾ യേശുവിനൊരു വംശാവലിയുണ്ട്, യേശുവിനൊരു വളർത്തു പിതാവുണ്ട്, യേശുവിനൊരു മാതാവും ഉള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ, ഇവൻ ജോസഫിൻ്റെ മകനല്ലേ? ജോസഫുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ജനറ്റിക്കലി എന്തെങ്കിലും ബന്ധം യേശുവിനുണ്ടോ? മാതാവിൻ്റെ കാര്യം നമുക്ക് വിടാം, പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ഈ ഒരു മേഖല നോക്കിയിട്ട് അവരെന്ത് പറയുക? സ്വർഗത്തിൽ നിന്നല്ലേ ആര് വരുന്നത്? മിശിഹ വരുന്നത്. അതുകൊണ്ട് ഇവനെ എങ്ങനെ മിശിഹായായി അംഗീകരിക്കാൻ സാധിക്കും? അപ്പോൾ യഹൂദൻ്റെ ചിന്ത മിശിഹ ആരാണെന്നാണ്. മിശിഹ എവിടെ നിന്ന് വരുമെന്നാണ്? ഭൂമിയിൽ നിന്ന് വരുമെന്നാണോ? മനുഷ്യനിൽ നിന്ന് വരുമെന്നാണോ? സ്ത്രീയിൽ നിന്ന് വരുമെന്നാണോ? യഹൂദൻ്റെ ചിന്താഗതി ഒറ്റ ചിന്താഗതിയുള്ളൂ, അവൻ ദൈവമാണ്, അവൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്, അവൻ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ യഹൂദൻ വിശ്വസിക്കുന്നുണ്ടോ യേശു ദൈവമാണ് അല്ലെങ്കിൽ മിശിഹ ദൈവമാണെന്ന്? യേശുവിൻ്റെ കാര്യം വിടാം. അവർ വിശ്വസിക്കുന്ന മിശിഹ എവിടെ നിന്ന് വരുന്നു? അവർ വിശ്വസിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വരും എന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. ഇനിയും വലിയ പ്രശ്നം വരിക അതിനകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ഷൻ ആയി കാര്യത്തിൽ യഹൂദന്മാർ പറഞ്ഞു വെക്കുന്നത്. അടുത്ത വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 57 വരെ വാക്യങ്ങൾ. സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അതായത് ഈ വാക്യം നമ്മൾ എത്ര പ്രാവശ്യം വെച്ച് വ്യാഖ്യാനിച്ചാലും ഒറ്റ കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, യേശുവിന് വേറെ സഹോദരന്മാരുണ്ടായിരുന്നു, മറിയം നിത്യകന്യകയല്ല, വേറെ മക്കളുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തലകുത്തി നിന്നിട്ടുള്ള ഈ വാക്യം വെച്ച്, അല്ലേ? ഇത് വായിക്കുമ്പോൾ ഈ ഒരു ചിന്ത മാത്രമല്ലേ വന്നിട്ടുള്ളൂ തലയിൽ, വേറൊരു ചിന്ത ഇന്നവരെ വന്നിട്ടില്ലല്ലോ. ഓക്കെ, എന്നാൽ ചിന്തിച്ചോ, യഹൂദൻ്റെ ചിന്താഗതി എന്തായിരുന്നു? യഹൂദൻ ഈ വാക്യം, ഈ ഒരു പ്രസ്താവന പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മിശിഹ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് എന്ന ബോധ്യം യഹൂദനുണ്ട്. അവർ തിരിച്ചു വെക്കുന്നത് കാര്യം ഇതാണ്, അങ്ങനെയല്ലല്ലോ, ഈ പറയുന്ന യേശുവിന് സഹോദരങ്ങളും, ഈ പറയുന്ന യേശുവിന് മാതാവും, ഈ പറയുന്ന യേശുവിന് ഒരു വളർത്തു പിതാവും ഉണ്ടല്ലോ എന്ന വാക്യമാണ് അവരോട് വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇവൻ നസ്രായനല്ലേ? ഇവൻ്റെ അപ്പൻ ജോസഫല്ലേ? ഇവൻ്റെ അമ്മ മറിയമല്ലേ? ഇവൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരെ കുറിച്ചും നമുക്കറിയാൻ പാടില്ലേ? പിന്നെ ഇവൻ എങ്ങനെ
മിശിഹായാകും എന്നൊരു ചോദ്യമാണ് അവിടെ വെക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 41-42 വാക്യങ്ങൾ. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക? ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കണേ. അതായത് ഇത് ഏത് പ്രൊഫസിനെ കുറിച്ചാണ് പറയുന്നത്? മീക്ക പ്രൊഫസിനെ കുറിച്ചാണ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ആശയം വെച്ചിട്ട് നിങ്ങൾ ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. അത് വായിച്ചോ, 41-42 വായിച്ചോ. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നാണോ? അതായത് അപ്പൊ യേശു എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർക്കറിയാം. ബത്ലഹേമിൽ നിന്നാണ് വരുന്നത് എന്നറിയാം. എന്നാൽ അവർ വിശ്വസിക്കുന്നത് യേശു മനുഷ്യനിൽ നിന്നല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. അതായത് അവർ വിചാരിക്കുന്ന യേശു ഒരു ദിവസം ഒരു മഴയത്ത് ഒരു കൂണ് പോലെ ഇങ്ങനെ പൊട്ടിമുളയ്ക്കും, അത് ബത്ലഹേമിൽ നിന്ന് വരും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആണോ? അല്ല, അവരുടെ ചിന്താഗതി പിന്നെയും വ്യത്യാസമുണ്ട്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് കൃത്യമായിട്ട് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. ജെസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പുറപ്പെടും എന്ന് പഴയ നിയമ പ്രവചനം കിടക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയ പൗലോസാണ് ഇവനാണ് ക്രിസ്തു, ഇവനാണ് മിശിഹ എന്ന് പ്രഖ്യാപിക്കുന്നത്. പൗലോസ് ചുമ്മാ പെട്ടെന്ന് കിട്ടിയൊരു ബോധ്യത്തിൽ ഓടി വന്ന് പ്രഖ്യാപിക്കുകയല്ല. പഴയ നിയമ പ്രവചനങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1, 2, 3 യേശുവിനെ കുറിച്ച് പഴയ നിയമ പ്രവചി 300 1, 2 അല്ല, 300 സ്ട്രെയിറ്റ് പ്രൊഫസികൾ. ഇത് മുഴുവനോടെ വായിക്കാൻ നിന്നും തീരത്തില്ല. ഞാൻ പ്രധാനപ്പെട്ട ഒരു 7 എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലും വായിക്കാൻ നമുക്ക് എന്തില്ല, സമയമില്ല എന്നുള്ളതാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസികൾ ക്രിസ്തുവിനെ കുറിച്ച് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന കാര്യമാണ്. ഇത് മുഴുവൻ പരിശോധിച്ചവനാ പൗലോസ്, ഇത് മുഴുവൻ മനസ്സിലാക്കിയവനാ പൗലോസ്, ഇത് മുഴുവൻ ആഴത്തിൽ തിരിച്ചറിഞ്ഞിട്ടാണ് അവൻ സിനഗോഗുകളിലും ജെറുസലേം ദേവാലയത്തിലും പോയി പ്രഖ്യാപിക്കുന്നത് യേശുവാണ് ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ സത്യം അറിയുന്നവൻ അവൻ വിളിച്ചു പറയും യേശുവാണ് ക്രിസ്തു എന്നവൻ വിളിച്ചു പറയും. അവൻ പിന്നെ പുറകോട്ട് നോക്കുവോ? അവൻ പഴയ യഹൂദ പശ്ചാത്തലം നോക്കുവോ? മൃഗത്തിൻ്റെ ബലിയിലേക്ക് അവൻ പോകുമോ? ആടിനെ ബലിയർപ്പിക്കാൻ അവൻ പോകുമോ? അവൻ കോഴിയെ വെട്ടാൻ പോവോ? ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ പിന്നാലെ പോവോ? അതുകൊണ്ട് പൗലോസ് പറഞ്ഞ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, അവൻ്റെ ക്രൂശിലെ മരണത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. യേശുവേ ആരാധന. 42-ാം വാക്യം ഒന്ന് വായിക്കാമോ? ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നും. 2 കാര്യമുണ്ട്. 1, യേശു ദാവീദിന്റെ സന്താന പരമ്പര, അവനൊരു വംശമുറയുണ്ട്. പറയാൻ പറ്റുമോ? സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ചാടി ഇറങ്ങിയെന്ന് പറയാൻ പറ്റുമോ? യഹൂദന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസിയാണ്. അവനൊരു വംശമുറയുണ്ട്, അവനൊരു വംശ പാരമ്പര്യം നമുക്ക് കാണിക്കണം. അതുകൊണ്ടാണ് മത്തായി തൻ്റെ വംശമുറ എഴുതിയത്. അബ്രഹാം മുതൽ യേശു വരെയുള്ള വംശാവലി എന്ന് പറഞ്ഞ് മത്തായി ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചത്. വളരെ വ്യക്തമായിട്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ കൃത്യമാണ്. അതിനകത്ത് വേറൊരു കോംപ്രമൈസും ഇല്ല. യേശു ദാവീദിൻ്റെ വംശമുറയിലാണ് വരേണ്ടത് എന്ന് ആർക്കറിയാം? പഴയ നിയമ ഈ പറയുന്ന ഈ വിശുദ്ധർക്കും അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പുരോഹിതന്മാർക്കും കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട്. ഇത് ആ വംശമുറയിലേ വരാൻ പറ്റത്തുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത്, വംശമുറയനുസരിച്ച് ദാവീദിൻ്റെ പരമ്പരയിലും ബത്ലഹേമിലും നിന്നുമല്ലേ വരുന്നത് എന്ന് പറയുക. ഇതാരാ പറഞ്ഞേ? അപ്പസ്തോലന്മാരാണോ പറഞ്ഞേ? ആണോ? യേശുവിൻ്റെ കൂടെ നടന്ന 72 ശിഷ്യന്മാരാണോ പറഞ്ഞേ? അല്ല, യഹൂദന്മാരാ പറഞ്ഞത്. അതേ ഞാൻ പറഞ്ഞേ, ആരാണ് യേശുവിനെ കുറിച്ച് മിശിഹ ആണോ എന്ന് തെളിയിക്കേണ്ടത്? യഹൂദന്മാരാ. അവരെ വെച്ച് നമുക്ക് തെളിയിക്കാം യേശുവാണ് മിശിഹ, യേശുവാണ് ദൈവം എന്ന് തെളിയിക്കാൻ നമുക്ക് വേറൊന്നും പോണ്ട. അവരെ വെച്ചിട്ട് തന്നെ തെളിയിക്കാം. ഇനി ഇത് പറയുമ്പോൾ ഇത് എഴുതി വെച്ചത് യോഹന്നാനല്ലേ, ഇത് എഴുതി വെച്ചത് മത്തായി അല്ലേ, ഇത് എഴുതി വെച്ചത് മർക്കോസ് അല്ലേ, ഇത് എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിൽ. അവർ സുവിശേഷം പ്രസംഗിച്ചത് ഏത് ഭാഷയിലാണ്? അരമായ ഭാഷയിൽ. അവിടെയൊക്കെ യഹൂദനുണ്ടായിരുന്നല്ലോ അല്ലേ. ഇവർ മുഴുവൻ പോയി പ്രസംഗിച്ചത് യഹൂദ സെക്റ്റുകളിലാണ്, യഹൂദ സിനഗോഗുകളിലാണ്. അവന്മാരോട് ഈ സാധനം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഓടിക്കൂലേ? അവരുടെ പുസ്തകത്തിൽ ഇതില്ലാത്ത കാര്യമാണെങ്കിൽ അവന്മാർ എന്ത് ചെയ്യും? പന്തം വെച്ചിട്ട് ഓടിക്കും അല്ലേ, മൂട്ടിൽ തീ കൊടുക്കും. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പത്രോസും പൗലോസുമൊക്കെ ഓടേണ്ടി വരും. അവന്മാർ ഓടിയോ? എഫേസസിൽ 3 വർഷം താമസിച്ച് തെളിയിച്ചു കൊണ്ടിരുന്ന പൗലോസ് പറയുന്ന അപ്പസ്തോല പ്രവൃത്തിയിൽ 3 വർഷം, 1-2 ദിവസമല്ല. നമ്മൾ ഒരു ദിവസം, ഞാൻ ആ കൃപാസനത്തിൽ 1 മണിക്കൂറേ നിന്നുള്ളൂ. എനിക്ക് മനസ്സിലായി മൂട്ടിൽ തീ ഇപ്പോൾ വരും, വലിയ താമസമില്ല എന്നുള്ളത്. ഞാൻ പയ്യെ ഓടി രക്ഷപ്പെട്ടത്. കാരണം നമ്മൾ തിരിച്ചറിയും പയ്യെ, വലിയ താമസമൊന്നുമില്ല. പൗലോസിന് അപ്പോഴും പേടിയില്ല. നമ്മളപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് സുവിശേഷം നമ്മളിപ്പോഴും കൊണ്ടുപോകുന്നത്. മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശുവിൽ ഇടറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് മിശിഹാനിക് പ്രൊഫസി ഏത് രീതിയിൽ അംഗീകരിക്കാൻ പറ്റിയില്ല. യേശുവിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വളർത്തുപിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ പേരുകൾ, അവരുടെ വംശാവലി, ആ സംഭവം പറഞ്ഞിട്ടാണ്
ആർക്കിത് അംഗീകരിക്കാൻ പറ്റാത്തത്? അപ്പസ്തോലൻ ഈ യഹൂദന്മാർക്ക്, നിയമജ്ഞർക്കും ഇസ്രായേൽ ജനത്തിനും ജുഡായിസത്തിനും യേശുവിനെ അംഗീകരിക്കാൻ പറ്റാതെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, മത്തായും ലൂക്കോയും തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അതേ വംശാവലി എഴുതിയിട്ട് അവരോട് ചോദിക്കുക, നീ അംഗീകരിച്ചേ മതിയാകൂ. അതായത് എന്തുകൊണ്ട് അവൻ അംഗീകരിക്കാൻ പറ്റില്ല? യേശുവിൻ്റെ ആ വംശാവലി പ്രകാരം അവൻ്റെ സഹോദരങ്ങളെ പ്രതി, വളർത്തു പിതാവിനെ പ്രതി, മാതാവിനെ പ്രതി അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതേ ആയുധം തിരിച്ചു വെച്ചു, നീ ഇത് വെച്ചിട്ട് തന്നെ അംഗീകരിക്കേണ്ടി വരും. കാരണം സത്യം അതാണ്, പഴയ നിയമം മുഴുവൻ അത് തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതും വേണ്ടി നിർത്തത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഒറ്റ വാക്യം വാക്യം, ലൂക്കാ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 22-ാം വാക്യം. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അതായത് അവിടെയും ചോദ്യം ഇതാ, ഇവൻ ജോസഫിന്റെ മകനല്ലേ? ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഇവൻ ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? ഇവൻ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എവിടെ നിന്ന്? ഇവൻ ഈ വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നത് എവിടെ നിന്ന്? ഇവൻ്റെ അപ്പൻ, വളർത്തു പിതാവ് ജോസഫല്ലേ എന്ന കാര്യത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ ഇടറുന്നത്. മുഴുവൻ അവരുടെ ഇടർച്ച ഈ ഒരൊറ്റ കാര്യത്തിലാണ്, ഈ വംശാവലിയുടെ കാര്യത്തിൽ തന്നെയാണ് ഇടർച്ച. ഇനി വംശാവലിയുടെ കാര്യത്തിൽ അവർക്ക് ഇടറാൻ പറ്റുമോ? കാരണം നേരത്തെ കുറച്ച് ചേർത്തുമ്പോൾ നമ്മളൊരു കാര്യം വായിച്ചു, അവൻ എവിടെ നിന്ന് വരുന്നത്? ബത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ ആരുടെ സന്താനമായി മുളയ്ക്കുന്നത്? ദാവീദിൻ്റെ മുള, ജസ്സയുടെ കുറ്റിയിൽ നിന്നും അവൻ വരും. വാക്യം വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 49-ാം വാക്യം 10 മുതൽ 12 വരെ വാക്യം. അങ്ങ് അകലെ പോകണം, ഇവിടെ നിന്ന് തുടങ്ങിയാൽ പോരാ. ചെങ്കോൽ യൂദയെ വിട്ടു പോകത്തില്ല, അവൻ്റെ അവകാശം വന്നു ചേരും വരെ അധികാരതണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകില്ല, ജനതകൾ അവനെ അനുസരിക്കും. ചെങ്കോൽ ആരെ വിട്ടു പോകത്തില്ല? യൂദയായെ വിട്ടു പോകത്തില്ല. നിങ്ങൾ നോക്കുക, യാക്കോബാ പ്രവചിക്കുന്നത്. 12 മക്കളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ക്രിസ്തു ഉണ്ടോ അവിടെ? ക്രിസ്തു മാതാവിൻ്റെ ഉദരത്തിൽ വന്നോ? ജനിച്ചോ? ഇല്ല. ആ ജനനം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിരിക്കുക, യൂദായെ അവകാശം വിട്ടുപോകത്തില്ല, അധികാരതണ്ട് അവനിൽ കടന്നു വരും. വീണ്ടും സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിന്റെ നെറ്റിത്തടം തകർക്കും. അതായത് അങ്ങകലെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇതാ അവിടെ ഉണ്ടായിരുന്ന ഒരു വിജാതീയ പ്രവാചകൻ, യഥാർത്ഥത്തിൽ ബാലാമാണ് പ്രവചിക്കുന്നത്. ബാലാമാരാണ്? യഹൂദ പ്രവാചകനല്ല, വിജാതീയ പ്രവാചകനാണ്, ഇസ്രായേലിൻ്റെ അല്ല. പക്ഷേ ഇസ്രായേലിനെ നോക്കി, മുകളിൽ നോക്കി ശപിക്കാനായി കൈ ഉയർത്തി, പക്ഷെ പറഞ്ഞു വരുന്നത് മുഴുവൻ അനുഗ്രഹമാണ്. വിളിച്ചു പറയുകയാണ്, ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ ഒരുവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. അങ്ങകലെ യൂദായുടെ കുറ്റിയിൽ നിന്നും ഇതാ യാക്കോബിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർത്തും ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കും. ഇതിനെക്കുറിച്ച് വീണ്ടും ആയിരക്കണക്കിന് പ്രവചനം ചെയ്ത് മുഴുവൻ വായിച്ചു പോയാൽ നമുക്ക് തീരത്തില്ല. ഏശയ്യാ പ്രവചനം കൃത്യമായിട്ട് അതിൻ്റെ 9-ാം അധ്യായത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലാണ്, വിസ്മയനീയായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്. അവൻ ദൈവമാണെന്നും അവൻ നിത്യനായ പിതാവാണെന്നും അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവാണെന്നും. യേശുവിൻ്റെ ഉപദേശം കേട്ടിട്ട് അവരെന്നെ പറഞ്ഞേ, അവൻ്റെ അപ്പൻ അതച്ഛനല്ലേ, ആ തച്ചൻ്റെ മകൻ ഇമാതിരി ഞാൻ എവിടെ നിന്ന് കിട്ടി? ആരാണ് ആ വിസ്മയനീയനായ ഉപദേഷ്ടാവ്? യേശു ക്രിസ്തു. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, പഴയ നിയമത്തിൻ്റെ അതേ കണക്ഷൻ ഇപ്പുറത്ത് വെച്ചിരിക്കുക. ഏശയ്യാ അത്ഭുതപൂർവമായി ക്രിസ്തുവിനെ കണ്ടിങ്ങനെ പ്രവചിക്കുക, അവൻ വിസ്മയനീയമായ ഉപദേഷ്ടാവ്. യേശുവിൻ്റെ ഉപദേശം കണ്ട് നിയമജ്ഞരും ഫരിസേയരും ചുറ്റുമുണ്ടായിരുന്ന ജനസമൂഹം മുഴുവൻ പറഞ്ഞു, ഇവൻ്റെ ഉപദേശം അധികാരമുള്ളതാണല്ലോ, നമ്മുടെ കൂടെയുള്ള നിയമജ്ഞരും ഫരിസേയരും പഠിപ്പിക്കുന്നത് പോലെയല്ലല്ലോ ഇവൻ പഠിപ്പിക്കുന്നത്, ഇവൻ അധികാരമുള്ളവനെ പോലെയാണല്ലോ പഠിപ്പിക്കുന്നത്. കാര്യം അവർക്കൊരു കാര്യം മനസ്സിലായി, സംതിങ് ഡിഫറെൻറ്റ്. ഈ യേശുവിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൽ എവിടെയോ ഒരു വ്യത്യാസമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. ഹെരോദസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന്, നമുക്ക് ഈ കഥ അറിയാൻ പാടില്ലാത്ത ആരുമില്ല. യേശു ജനിച്ചത് ആ പൗരസ്ത്യ ദേശത്ത്, ഹെരോദസിന്റെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ജനിച്ചു, അല്ലേ? യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പൗരസ്ത്യരായ ജ്ഞാനികൾ ജെറുസലേമിലെത്തി. എന്തിനു വേണ്ടിയിട്ട് വന്നത്? യേശുവിനെ കാണാൻ, അല്ലേ? നക്ഷത്രങ്ങളെ നോക്കി കാര്യങ്ങളെക്കുറിച്ച് ഗവനിക്കുന്ന മനസ്സിലാക്കുന്നവർ, കുറേ ജ്ഞാനികൾ, കുറേ പൊന്നും മീറയൊക്കെ ആയിട്ട് നമ്മൾ യേശുവിനെ കാണാൻ ജ്ഞാനികൾ വന്നു. പുള്ളി ആദ്യം പോയി അന്വേഷിച്ചത് എവിടെയാ? ശത്രുവിൻ്റെ പാളയത്തിൽ പോയി അന്വേഷിച്ചു. അതാണ് ഇത് കണ്ട് ഹെരോദസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിൽ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി, ക്രിസ്തു എവിടെയാണ്
ജനിക്കുന്നത് എന്ന് ചോദിച്ചു. നമ്മളെപ്പോലെ തന്നെ കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള, കുറച്ച് തലയ്ക്ക് ബോധമുള്ള ഒരാളാണ് ആര്? ഹെറോദേസ്. അല്ലെങ്കിൽ പുള്ളി കവടി നിരത്തി യേശു എവിടെ ജനിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞേനെ. പുള്ളി എന്ത് ചെയ്തു? യേശു എവിടെയാണ് ജനിക്കുന്നതെന്ന് പറയേണ്ടത് ആരാണ്? പുരോഹിതനും നിയമജ്ഞനുമാണ് യേശു എവിടെ ജനിക്കേണ്ടതെന്ന്. പഴയ നിയമത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ടത് യാഹ്വേയുടെ വിശ്വാസം അനുസരിക്കുന്ന ആ പുരോഹിതന്മാരോ ആ നിയമജ്ഞരോ പറയണം. അതിനെ വാല്യൂ ഉള്ളൂ, അല്ലേ? അതല്ലാതെ വാല്യൂ വെക്കാൻ പറ്റുമോ? ഹെറോദസിന്റെ മുമ്പിൽ പറഞ്ഞു യേശു എവിടെ ജനിക്കും? വായിച്ചോ. അവർ പറഞ്ഞു യൂദയായിലെ ബേത്ലഹേമിൽ. ഇത് യൂദയായിലെ ബേത്ലഹേമിൽ അവർ കറക്കി കുത്തി പറഞ്ഞാണോ? ആണോ? അല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് റിട്ടൺ പ്രൊഫറ്റിക് വേർഡ് വെച്ചിട്ടാണ് അവൻ പറഞ്ഞത്. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ നിന്നും ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ച്, വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച്, രാജാവിനെ കുറിച്ച് ഇതാ മിക്ക പ്രവചനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനുള്ളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. യൂദയായിലെ ബേത്ലഹേമേ, നീ ശ്രേഷ്ഠമാണ്, നീ മോശമല്ല, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ നിന്നും ഒട്ടും താഴെയല്ല, നീ ശ്രേഷ്ഠമായൊരു കാര്യമാണ്. കാരണം യൂദയായെ, ലോകത്തെ നയിക്കേണ്ട രാജാവ്, യെശയ്യാ പ്രവചിച്ചൊരു രാജാവുണ്ട്, ശ്രേഷ്ഠനായ, ഉന്നതനായ, അധികാരിയായ, സർവശക്തനായ രാജാവ് നിന്നിൽ നിന്നാണ് വരേണ്ടത്. നിത്യനായ പിതാവ്, സത്യമായ രാജാവ്, എന്നേക്കും നിലനിൽക്കുന്നവൻ നിന്നിൽ നിന്നാണ് വരേണ്ടതെന്ന് ഇതാ അവരുടെ പ്രവചനം തന്നെ എഴുതി വെച്ചിരിക്കുക. മീക്ക അതിൻ്റെ 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ബേത്ലഹേം എഫാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. ഹല്ലേലൂയ. യേശു എവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ബേത്ലഹേം എഫാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ഇത് ആരുടെ വിശ്വാസം? യഹൂദ പുരോഹിതന്മാരുടെ, നിയമജ്ഞരുടെ വിശ്വാസമാണ്. അല്ലാണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസമല്ല. യേശുവിനെ ദൈവമാക്കിയ ഇവരുടെ വിശ്വാസമല്ല. ആരുടെ വിശ്വാസമാണ്? യഹൂദൻ്റെ വിശ്വാസമാണ്. പഴയ നിയമ വിശ്വാസമാണ്. പ്രവാചകന്മാരുടെ പ്രഖ്യാപനമാണ്. പഴയ നിയമ പ്രവാചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അടുത്തൊരു ഇതും കൂടി വായിച്ചോ. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ. അവൻ പണ്ടേ സർവാദി ദൈവം. അവൻ യുഗങ്ങൾക്ക് മുൻപേ, ഒരു യുഗം എന്ന് തുടങ്ങുന്നതിന് മുൻപേ അനാദിയിൽ അവൻ ദൈവമാ. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ എഴുതിയത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ മാംസം യേശുവാണ്, ആ യേശു ദൈവമാണ്. അത് യഹൂദൻ വിശ്വസിക്കുന്ന, യഹൂദൻ പ്രത്യാശിക്കുന്ന, അവൻ്റെ പ്രതീക്ഷയായ അവൻ്റെ മിശിഹായാണ് ഈ യേശു. അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ. ഒരു യുഗമെന്ന് തുടങ്ങുന്നതിന് മുൻപേ, എന്തെങ്കിലും ഈ ഭൂമിയോ അതിൻ്റെ യുഗമോ ഏതെങ്കിലും ഒന്ന് സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ അവനുണ്ട്. അവൻ സർവാധിപനായ ദൈവം, അവൻ സൃഷ്ടാവായ ദൈവം, അവൻ രാജാവായ ദൈവം, അവൻ സർവസമ്പന്നനായ ദൈവമെന്ന് ഇതാ മിക്ക പ്രവാചകനിലൂടെ മിശിഹായെ കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുക. യേശു ദൈവമാണോ അല്ലയോ? യേശു ദൈവമാണോ അല്ലയോ? ഇതാരാ പ്രഖ്യാപിച്ചു വച്ചിരിക്കുന്നത്? മിക്ക പഴയ നിയമത്തിൽ തന്നെ യേശുവിൻ്റെ ദൈവത്വത്തെ പ്രഖ്യാപിച്ചു വെച്ചിരിക്കുക. യഹൂദൻ എന്തുകൊണ്ടാണ് യേശുവിനെ കൊന്നത്? യഹൂദൻ എന്തുകൊണ്ടാണ് യേശുവിനെ കൊന്നത്? അവൻ്റെ ഒറ്റ കൺഫ്യൂഷൻ, അവൻ്റെ പ്രശ്നം ഇതാണ്. മാതാവ് യോസഫ്, കുറേ ആളുകൾ, ഒരു തച്ചൻ, ഒരു സാധാരണ ഒരു മരപ്പണിക്കാരനായ ഇവനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മേഖല കർത്താവ് വെച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മേഖല കർത്താവ് വെച്ചത്? നമുക്ക് വേണ്ടിയിട്ടാണ്. അതാണ് റോമാലേഖനം വ്യക്തമായിട്ട് പറഞ്ഞത്. വിജാതീയന്റെ സംഖ്യ തികയുന്ന വരെ ഇസ്രായേലിന്റെ തിരസ്കാരം നമുക്ക് അനുഗ്രഹമായി മാറി, നമുക്ക് രക്ഷയായി മാറി. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് ചെയ്തത്. ഇത് വെറുതെ ചെയ്തു വെച്ചതല്ല. യഹൂദനോടുള്ള വൈരാഗ്യം കൊണ്ടോ അവനോടുള്ള വിദ്വേഷം കൊണ്ടോ ദൈവം ചെയ്തതല്ല. ഇസ്രായേലിൻ്റെ ഒരു നിസ്സാരം ആളുകൾ അവർ യേശുവിനെ തള്ളിക്കളയുന്നു. തായ്തണ്ടായ അവനെ വെട്ടിമാറ്റി അനാദി മുതലേ ദൈവം ചെയ്ത ആ ശ്രേഷ്ഠമായ പ്രവൃത്തി, യോഗ്യതയില്ലാത്ത, വംശപാരമ്പര്യമില്ലാത്ത, ഒരു യോഗ്യതയും പറയാൻ പറ്റാത്ത എന്നെയും നിങ്ങളെയും ആ ഒലിവിൻ്റെ കൂടെ വെച്ച് ചേർത്ത് ഇന്ന് അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് കർത്താവ് നമ്മെ ഉയർത്തി. നമുക്ക് വേണ്ടിയിട്ടാ
അവൻ തിരസ്കരിച്ചത്. നമുക്ക് വേണ്ടിയിട്ടാ അവൻ്റെ തിരസ്കാരം കടന്നു വന്നത്. റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അപ്പസ്തോലൻ അത് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുക. ആകയാൽ ഞാൻ ചോദിക്കുന്നു, അവർക്ക് കാലിടറിയത് വീഴുവാനായിരിക്കുന്നുവോ? ഒരിക്കലുമല്ല. ഇസ്രായേൽക്കാരുടെ പാപനിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു. അവരുടെ കാലിടറി വീണത്, അവർ മിശിഹായെ തിരിച്ചറിയാൻ സാധിക്കാത്തത്, അവർ യേശുവിനെ സ്വീകരിക്കാത്തത്, അവർ യേശുവിനെ ഉൾക്കൊള്ളാത്തത്, യേശുവിനെ ദൈവമായി അംഗീകരിക്കാത്തത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ കേരളത്തിലും ഈ ലോകം മുഴുവൻ രാജ്യാന്തരങ്ങളിൽ കിടക്കുന്ന സകല വിജാതീയരും യേശുവിനെ അറിയണമെന്ന ദൈവത്തിൻ്റെ അനാദി മുതലെയുള്ള പദ്ധതിയുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് അവർ കാലിൽ വീണത്. അത് വീഴാനല്ല, ഇസ്രായേൽക്കാരുടെ പാപം നിമിത്തം വിജാതീയർക്ക് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. തന്മൂലം അവർക്ക് വിജാതീയരോട് അസൂയ ഉളവാക്കി. അവരുടെ പാപം ലോകത്തിൻ്റെ നേട്ടവും അവരുടെ പരാജയം വിജാതീയരുടെ നേട്ടവുമായിരുന്നെങ്കിൽ അവരുടെ പരിപൂർണത എന്തൊരു നേട്ടമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. യഹൂദിനോട് തീരാത്ത വൈരാഗ്യം ഒരൊറ്റ ആൾക്കേ ഉള്ളൂ. ആർക്കത്? യഹൂദനെ കൊല്ലണം, യഹൂദനെ ഇല്ലാതാക്കണം, യഹൂദനെ നശിപ്പിക്കണം, ഇസ്രായേലിനെ തീർക്കണം. നിങ്ങൾ നോക്കിക്കോ, ഹമാസിൻ്റെ ചാർട്ടർ എഴുതി വച്ചിരിക്കുന്നത് യഹൂദനെ ജനോസൈഡാണ്, യഹൂദനെ ഇല്ലാതെയാക്കണം. ഹിസ്ബുള്ളയുടെ ചാർട്ടർ എഴുതി വച്ചിരിക്കുന്നത് യഹൂദനെ ഇല്ലാതെയാക്കണം. ഹൂത്തിയുടെ ചാർട്ടർ, ഹൂത്തിയുടെ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് യഹൂദനെ ഇല്ലാതെയാക്കണം. അതായത് അവരുടെ വിശ്വാസ പ്രമാണം, നമ്മളെന്ന് പറയില്ലേ ക്രീഡ് എന്നൊക്കെ പറയില്ലേ, അവൻ്റെ വിശ്വാസ പ്രമാണത്തിൽ അവൻ എഴുതി വച്ചിരിക്കുന്ന അവരുടെ പ്രഖ്യാപിത കാര്യമാണ് യഹൂദനെ പൂർണ്ണമായി നശിപ്പിക്കണം. ക്രിസ്ത്യാനിയുടെ അങ്ങനെയാണോ? ആണോ? കർത്താവ് പറഞ്ഞത് അവൻ്റെ തിരസ്കാരം എനിക്ക് രക്ഷയായി മാറി. അവൻ്റെ തിരസ്കാരമാണ്, അവൻ്റെ പരാജയമാണ്, അവൻ പിൻവാങ്ങിയതാണ് എനിക്ക് രക്ഷ നൽകിയിരിക്കുന്നത്. എന്നാൽ അവനും തിരിച്ചു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിൻ്റെ 15-ാം വാക്യം കൂടി ഒന്ന് വായിക്കാമോ? 11-ന്റെ 15 കൂടി ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിന്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്താ? അവരുടെ തിരസ്കാരം, അവർ യേശുവിനെ തിരസ്കരിച്ചത്, അവൻ യേശുവിനെ മിശിഹായെ സ്വീകരിക്കാതിരുന്നത്, ആ തിരസ്കാരം എന്തായി മാറി? ലോകത്തിൻ്റെ രക്ഷയായി മാറി. പക്ഷേ അവൻ സ്വീകരിക്കുന്ന ഒരു ദിനമുണ്ട്, അതേറെ വൈകിയല്ല. അവൻ യേശുവിനെ കുത്തിയമെങ്കിലേക്ക് നോക്കുന്ന വാനമേഘങ്ങളിൽ എൻ്റെ യേശു വരുമ്പോൾ അവനിലേക്ക് നോക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം ഇന്നും അവനെ തിരസ്കരിക്കുന്ന, ഇന്നും യേശുവിനെ സ്വീകരിക്കാൻ കഴിയാത്ത, ഇന്നും യേശുവിനെ ദൈവമായി അവൻ്റെ ദൈവത്വത്തെ, അവൻ്റെ പൂർണ്ണതയെ, അവൻ്റെ വിശുദ്ധിയെ അംഗീകരിക്കാൻ കഴിയാത്തവൻ അന്നും നിലവിളിക്കും. അവന് മരണം പോലും ആ മല എൻ്റെ വന്ന് വീഴട്ടെ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്നൊരു ദിവസമുണ്ട്. ഇന്ന് കർത്താവ് എത്ര വലിയ കൃപയാണ് നമ്മളോട് കാണിച്ചത്. തായ്തണ്ടിനെ വെട്ടി മാറ്റി നിർത്തിയിട്ട് അവനോട് കാണിക്കാത്ത കരുണയാണ് നമ്മളോട് കാണിച്ചത്. സ്വന്തം മക്കളെ മാറ്റി നിർത്തിക്കൊണ്ടാ വിജാതീയനായ നമ്മളെ ആ ഒലിവിലേക്ക് വെട്ടിച്ചേർത്ത് വെച്ചത്. ഒരു വലിയ ബെഡിങ് അവൻ നടത്തിയത്, ഒരു വലിയ വേദനയാണ് ഇസ്രായേലിന് കൊടുത്തത്, ഒരു വലിയ കഷ്ടതയാണ് ഇസ്രായേലിന് കൊടുത്തത്. 1-2 വർഷമല്ല, 19 നൂറ്റാണ്ട് ഇസ്രായേൽ പീഡിപ്പിക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ കഷ്ടം അനുഭവിച്ചത് ഈ വിജാതീയ സംഖ്യ മുഴുവൻ തികയാൻ വേണ്ടിയിട്ടാണ്. സകലരും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ 13 വർഷം മുൻപ് ഈ ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ, അതിനു മുമ്പ് കർത്താവ് വന്ന ഞാൻ ഇന്നില്ല, ഞാൻ ദൈവത്തെ അറിയത്തില്ല. കർത്താവ് ഇന്നും ആ സംഖ്യ പൂർണ്ണമാക്കാൻ വേണ്ടി ഇന്നും അവൻ്റെ തിരസ്കാരത്തെ ബലപ്പെടുത്തി വെച്ചിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് ചെയ്തത്. സ്വന്തം മക്കളെ മാറ്റി നിർത്തി, തായ്തണ്ടിനെ മാറ്റി നിർത്തി ദൈവം ചെയ്തൊരു ശ്രേഷ്ഠമായ പ്രവൃത്തി ഒന്ന് തിരിച്ചറിഞ്ഞേ. കാരണം അവരുടെ വചനത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, പഴയ നിയമത്തിൽ എഴുതപ്പെടാഞ്ഞിട്ടല്ല. 300-ലധികം ശ്രേഷ്ഠമായ പ്രൊഫറ്റിക് വേർഡുകൾ യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ കൃത്യമായി കണ്ടുകൊണ്ട പത്രോസും പൗലോസും യാക്കോബും യോഹന്നാനും യേശുവിനെ കുറിച്ച് ഇവനാണ് മിശിഹ എന്ന് പറഞ്ഞ് അവർ തെളിയിക്കാൻ നടന്നത്. ഇതറിയാഞ്ഞിട്ടല്ല. അവർക്കെന്നും സ്വീകരിക്കാൻ പറ്റാത്തത് അവരുടെ ഹൃദയത്തെ ദൈവം മാറ്റി നിർത്തിയതുകൊണ്ടാണ്. അത് നമ്മളോട് കാണിച്ച കരുണയാണ്.